കോശത്തിനുള്ളിൽ വെച്ച് ഗ്ലൂക്കോസിൽ നിന്നും ഊർജം സ്വതന്ത്രമാകുന്ന പ്രക്രിയ കോശശ്വസനം. കോശശ്വസനഫലമായി ഊർജം നിർമ്മിക്കപ്പെടുന്നത് ATPയിൽ. ATPയുടെ പൂർണ്ണരൂപം എന്ത്? അഡിനോസിൽ ട്രൈഫോസ്ഫേറ്റ്. കോശത്തിൻ്റെ എനർജി കറൻസി എന്നറിയപ്പെടുന്നത് ATP. ATP നിർമ്മാണത്തിന് ആവശ്യമായ മൂലകങ്ങൾ നൈട്രജൻ, ഫോസ്ഫറസ്. ഒരു കോശശ്വസനത്തിൻ്റെ ഫലമായി ഒരു ഗ്ലൂക്കോസ് തന്മാത്രയിൽ നിന്നും സ്വതന്ത്രമാകുന്ന ATPകളുടെ എണ്ണം എത്ര? 30. കോശശ്വസനത്തിൻ്റെ ഒന്നാം ഘട്ടം അറിയപ്പെടുന്നത് ഗ്ലൈക്കോളിസിസ്. ഓക്സിജന്റെ അഭാവത്തിൽ നടക്കുന്ന കോശശ്വസനം ഗ്ലൈക്കോളിസിസ്. കോശദ്രവ്യത്തിൽ വെച്ച് ഗ്ലൂക്കോസ് വിഘടിച്ച് പൈറുവിക് ആസിഡായി മാറുന്ന പ്രക്രിയ ഗ്ലൈക്കോളിസിസ്. ഗ്ലൈക്കോളിസിസിലൂടെ ലഭ്യമാകുന്ന ATP തന്മാത്രകളുടെ എണ്ണം എത്ര? 2. കോശദ്രവ്യത്തിൽ വെച്ച് നടക്കുന്ന പ്രവർത്തനം ഗ്ലൈക്കോളിസിസ്. കോശശ്വസനത്തിൻ്റെ രണ്ടാം ഘട്ടം അറിയപ്പെടുന്നത് ക്രെബ്സ് പരിവൃത്തി. ഓക്സിജൻ ആവശ്യമായ പ്രവർത്തനം ക്രെബ്സ് പരിവൃത്തി. ക്രെബ്സ് പരിവൃത്തിയിലൂടെ ലഭ്യമാകുന്ന ATP തന്മാത്രകളുടെ എണ്ണം എത്ര? 28. മൈറ്റോകോൺട്രിയയിൽ വെച്ച് പൈറുവിക് ആസിഡ് കാർബൺ ഡൈ ഓക്സൈഡും ജലവുമായി മാറുന്ന പ്രക്രിയ ക്രെബ്സ് പരിവൃത്തി. കൂടുതൽ ക്ലാസ്സുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.